എൻ്റെ അച്ഛനെ ഞാൻ കഴിഞ്ഞ ആഴ്ച കുഴിയിൽ വീഴ്ത്തി. കഴിഞ്ഞ ആഴ്ച ഒരു തമാശയ്ക്ക് ചെയ്തതാ. അച്ഛനെ നീ ഗുഹയിൽ നിന്ന് ഇറക്കി വിട്ടു, 2 തല്ലും കിട്ടി. എനിക്കാണെങ്കിൽ ഗുഹയിൽ നിന്ന് വിട്ടു നിൽക്കാനും വിഷമം. എന്താ വഴി? ഗുഹയിലേക്കുള്ള വഴിയാണോ? അച്ഛൻ്റെ പിണക്കൻ മാറിയോ എന്നേരം അത്രയല്ലേ ഉള്ളൂ. വെരി സിമ്പിൾ. താൻ വേഷം മാറി ഒരു അപരിചിതനെ പോലെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. ഈ പുല്ല് താടിയും മുടിയും പോലെ ഒട്ടിച്ച് വെച്ച് വേഷം മാറാം. ഒട്ടിക്കാൻ പറ്റില്ല, പക്ഷേ തൊട്ടാൽ എനിക്ക് ചൊറിച്ചിൽ വരും. എന്നാൽ പിന്നെ വേറൊരു പിടി കിട്ടാം. നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. താൻ തലയിലിരിക്കും, മറ്റവൻ താടിയിൽ പിടിച്ച് തൂങ്ങണം. കാലൊന്നും പുറത്ത് കാണരുത് കേട്ടോ. ആ ഇപ്പം ശരിക്കും താടിയും മുടിയും ആയില്ലേ? എത്ര നിസ്സാരം. ഓ സൂത്രനെ സമ്മതിച്ചു. പോയിട്ട് വരാം കേട്ടോ. പതുക്കെ ഓടണം, ഞങ്ങൾ പിടിവിടുന്നില്ലേക്ക്. ഞാനൊരു അപരിചിതനെ അല്ല ചേട്ടാ. എന്താ വേണ്ടത്? ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ടായിരുന്നു എൻ്റെ മകൻ. കഴിഞ്ഞ ആഴ്ച അവനെ ഞാൻ വല്ലാതെ വഴക്ക് പറഞ്ഞു. 2 തല്ലും തല്ലി. അല്ല തല്ലിയിട്ടുണ്ടാവും, ഇതാണ് ഉദ്ദേശിച്ചത്. അതെ, ഇപ്പോൾ ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? എനിക്ക് രക്ഷപ്പെട്ട്. അച്ഛാ ഇത് ഞാൻ തന്നെ അച്ഛാ. മോനിവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു. രക്ഷപ്പെട്ടു. ഒരാഴ്ച കൊണ്ട് നീ ആകെ കോല കിട്ട് പോയല്ലോടാ. പേടിക്കണ്ട, ദാ ഇവൻ നല്ലൊരു മുടിവെട്ടുകാരനാ. ഷറ പറയുന്നത് വെട്ടി തരും. പക്ഷെ തീർന്ന് വിടരുതവനെ. മുള്ളമ്പന്നിയെ മുടിയാക്കുന്ന ഐഡിയ വിവരം കിട്ടുവേണ്ടി അവനെ തീർക്കണോ എന്ന്.